അപ്പം നമ്മൾ കോഴിക്കോട് പോയിട്ട് വയനാട് പോയതിൻ്റെ ഒരു വ്ളോഗാണ്. വയനാട് നമ്മൾ ആദിവാസി മേഖല ഒന്ന് കാണാൻ പോയതായിരുന്നു. ആദിവാസികളൊക്കെ താമസിച്ചിരുന്നിടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അത് ട്രൈബൽ ഏരിയ അല്ലേ, അപ്പോൾ നമുക്കതൊന്നും കാണാൻ വേണ്ടി ഇതിനങ്ങനെ. അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ടായിരുന്നു. അവിടെ പാർക്കിൽ പിള്ളേരെല്ലാം പോയിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അതൊരു ആക്ടിവിറ്റീസ് ഏരിയ പോലെയായിരുന്നേ. സാധാ ഒരു പാർക്ക് പോലെയല്ല, പിള്ളേർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും ഒക്കെ ആയിരുന്നു. നിങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പറയണേ. പിന്നെ നമ്മൾ അവിടുന്ന് അവർ താമസിച്ച വീടുകൾ, ഇന്ന് പണ്ടത്തെ വീടുകളല്ല, ഇപ്പോൾ അത് കുറച്ചുകൂടെയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് ഒരു കുറച്ച് ഇതാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ പണ്ട് പുല്ല് മേഞ്ഞ വീട്ടിലല്ലേ അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു 5-6 വീട് അവിടെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ടൂറിസ്റ്റുകൾക്ക് കാണുന്നതിന് വേണ്ടി. പിന്നെ അവർ ഉപയോഗിച്ച സാധനങ്ങളും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറി. അതെന്ന് വെച്ചാൽ പണ്ടത്തെ അവരുടെ ഉപയോഗിച്ച മാലയും വളയും അതൊക്കെ ഒന്ന് കാണുവാൻ, അതൊക്കെ കാണാൻ്റെ ഒരു തന്നെയായിരുന്നു. നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ളവർക്കൊന്നും അറിയില്ലല്ലോ അതെന്താണ്. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് അവരുപയോഗിച്ച മാല, വള, കമ്മൽ, മൂക്കുത്തി, അതൊക്കെ അല്ല ഒരു വെറൈറ്റി പഴയ മോഡലല്ലേ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട്. അപ്പം നിങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പക്ഷെ അതൊക്കെ നല്ല രസമായിട്ടൊക്കെ തോന്നി. പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന മാലകൾ, അതൊക്കെ ഒരു ഇനി വെള്ളിയാണോ അതിന് പിച്ചളയാണോ എന്തോന്നൊന്നും അറിയില്ല. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്നത് കൊള്ളാം. കമ്മലായാലും ആ മോതിരം, മാല, അതൊക്കെ ഒന്ന് കാണുന്നുള്ളത്. പല സൈസുള്ള രീതിയിലുള്ള മാലയായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവരത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത് കാണാനും ഒക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അവർ മുള കൊണ്ടുള്ള എന്താ പറയുക, അതായിരുന്നല്ലോ അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മുള കൊണ്ടുള്ളത് കട്ടിലായാലും എന്താ പറയുക, ഇരിക്കുന്ന കസേര എല്ലാം അവിടെ കൂടുതലും നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അവർ ഉപയോഗിച്ച പാത്രങ്ങൾ എല്ലാം മൺപാത്രത്തിനായിരുന്നു അവർ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് നമ്മൾ കയറി കണ്ടു. നമുക്ക് ആർക്കും വേണമെങ്കിലും കയറി കാണാം, ഫോട്ടോ എടുക്കാം. അതിനുവേണ്ടി അവരതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല, നമുക്കൊരു ലൈക്ക് ഷെയർ ഒന്നും തരുന്നില്ല എല്ലാവരും. അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അവിടുന്ന് താഴോട്ട് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഒരു വ്യൂ പോയിൻ്റ് പോലെ നല്ലൊരു കുറേ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതെന്ന് പറഞ്ഞാൽ അവർ വീട് മേഞ്ഞിരിക്കുന്നത് ഓല കൊണ്ടാണ്. അപ്പോൾ അതൊന്ന് കണ്ടത്. പിന്നെ മുള കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ചെയ്യാൻ വേണ്ടി അവരതെല്ലാം സെറ്റാക്കി ഇട്ടിട്ടുമുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട്. ഒരുപാടുണ്ട് കാണാനായിട്ട്. നമ്മൾ നിന്ന് കാണാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് കയറ്റം കയറി അങ്ങനെ അങ്ങ് കയറി പോകണം. നടന്നു പോകാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല.